അതായത് UDFന്റെ സാധ്യതകൾ, വിലയിരുത്തലുകൾ എങ്ങനെയാണ്? അനുജ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് 7-ൽ 6 പഞ്ചായത്തിലും വ്യക്തമായ മേൽക്കൈയോടുകൂടി തന്നെ ഇത്തവണ ഒരു തിരിച്ചുവരവ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അമരമ്പലം ഒഴികെയുള്ള മറ്റ് പഞ്ചായത്തിലെല്ലാം വ്യക്തമായ മേൽക്കൈയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അമരമ്പലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇടതിന് അവിടെ വോട്ട് കുറയ്ക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് UDFിനുള്ളത്. എന്തായാലും ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവർ കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും ആര്യടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം PV അൻവർ പല ഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ UDF വോട്ടുകൾ അതൊരു വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. UDFിലെ ചിട്ടയായ പ്രവർത്തനം, ഐക്യം ഇവയെല്ലാം ഇത്തവണ ഗുണകരമാകും. 2016 പോലൊരു ചിത്രമല്ല നിലവിൽ മണ്ഡലത്തിലുള്ളത്. UDFിൽ വലിയ ശക്തമായ ഒരു ഐക്യത്തോടുകൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നത്. അങ്ങനെ ഒരു 15,000 വോട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ലീഗ് ഒപ്പം നിന്ന് പ്രവർത്തിച്ചത് മുൻ വർഷത്തെക്കാൾ വ്യത്യസ്തമായി ലീഗിന്റെ ഭാഗത്തും ശക്തമായ പ്രചരണം സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടായിരുന്നു. വഴിക്കടവ് അടക്കമുള്ള പഞ്ചായത്തിൽ നല്ല പോളിംഗ് തന്നെ നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ വിരുദ്ധ വോട്ടുകളെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമാകും. അതേസമയം തന്നെ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ അൻവറിന്റെ വോട്ടുകൾ അടർന്നാൽ അല്ലെങ്കിൽ അൻവറിലേക്ക് വോട്ടുകൾ പോകുമോ എന്ന ആശങ്ക ഒരു വിഭാഗം മേഖലകളിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലീഗ് ഉയർത്തിയ രാഷ്ട്രീയ പ്രചരണം, അത് സംഘപരിവാർ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ പോലീസിലെ രാഷ്ട്രീയവൽക്കരണം അടക്കമുള്ള വിഷയങ്ങൾ തന്നെയാണ് അൻവറും ഉയർത്തിയ രാഷ്ട്രീയ പ്രചരണം. അങ്ങനെയുള്ള ഘട്ടത്തിൽ അൻവറിലേക്ക് ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ പോയാൽ അതിലൊരു വലിയ ആശങ്ക തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഒരു 5,000 മുതൽ 15,000 വോട്ട് ഭൂരിപക്ഷം എന്തായാലും ആര്യടൻ ഷൗക്കത്തിന് ഉറപ്പിച്ചവർ കണക്കാക്കുന്നു. ആ നിലയിൽ തന്നെയാണ് അവരുടെ കണക്കുകൾ ഇപ്പോൾ അവർ പ്രാഥമികമായി നടത്തിയ ഒരു പരിശോധന അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു സാഹചര്യം എല്ലാം തന്നെ അവർ കൃത്യമായി പരിശോധിക്കും. എങ്കിൽ മാത്രമേ അതിനുശേഷം മാത്രമേ ഒരു കൃത്യമായ കണക്കിലേക്ക് അവർ പോവുകയുള്ളൂ. UDF ക്യാമ്പുകളിൽ വലിയ ആവേശത്തിലാണ്. 2016 ശേഷം ആര്യടൻ മോഹന്റെ മകനിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അവർ വെച്ചുപുലർത്തുന്നത്. എന്തായാലും ആര്യടൻ ഷൗക്കത്ത് വിജയിക്കും എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പ്രതീക്ഷിക്കുന്നത്. അതാണ്, മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. ഇനി PV അൻവർ എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലിൽ എന്തൊക്കെയാണ്? വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, താൻ ഒറ്റയ്ക്ക് 75,000 വോട്ട് നേടുമെന്ന ഒരു അവകാശവാദം പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് കേട്ടിരുന്നു. അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ രണ്ട് മുന്നണികൾക്കും നിർണായകമാകും, അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല എന്നൊക്കെ രണ്ടുപേരും പറയുന്നുണ്ടെങ്കിൽ പോലും PV അൻവറിനെ സംബന്ധിച്ചാണ് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. കാരണം വ്യക്തിപരമായി കൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. എന്താണ് അദ്ദേഹം പങ്കുവച്ച പ്രതീക്ഷ? PV അൻവർ അവസാന ദിവസം കലാശക്കൊട്ട് ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം കലാശക്കൊട്ടിൽ പങ്കെടുക്കാതെ വോട്ടർമാരോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു. അത്തരത്തിൽ അപൂർവമായൊരു രീതി കൂടി ഇത്തവണ അദ്ദേഹം കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ്. പിണറായി സത്തിന്റെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ സതീശത്തിനെതിരെയുള്ള പോരാട്ടം എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്താണ് PV അൻവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വിപിൻ, പറയൂ. യെസ് അനുജ, ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇപ്പോൾ അവസാനിച്ച വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴും ചർച്ച PV അൻവർ തന്നെയാണ്. ഈ PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് PV അൻവർ മത്സരിച്ചത്. അവരുടെ ഒരു പ്രതീക്ഷകൾ, അത് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് 7,000-ലധികം വോട്ടുകൾ അത് ലഭിക്കും എന്നുള്ളതാണ്. വഴിക്കടവ് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ PV അൻവർ പ്രതീക്ഷ വയ്ക്കുന്നത്. മറ്റൊന്നുള്ളത് കരുളായി, ഒപ്പം പോത്തുകല്ല്, ചുങ്കത്തറ, ഇവിടെ നിന്നൊക്കെ ഒരു 3,000-ഓളം വോട്ടുകൾ ലഭിക്കുമെന്നുള്ളതാണ്. രണ്ട് പക്ഷത്തെയും LDFിലെയും UDFിലെയും അസംതൃപ്തർ തങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുള്ളത്. 20 മുതൽ 25,000 വോട്ടുകൾ വരെ ലഭിക്കും എന്നുള്ളത് കണക്കാക്കുന്നു. ഒപ്പം AP സുന്നി വിഭാഗം, EKയിലെ ലീഗ് വിരുദ്ധ വിഭാഗം, ഇത്രയും വോട്ടുകൾ, ഒപ്പം തന്നെ മലയോര ജനതയുടെ ഒരു വോട്ട്, ഇത്രയും വോട്ടുകളൊക്കെ അത് UDFിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ കൂടി അത് തങ്ങൾക്കായിരിക്കും ഇപ്രാവശ്യം ലഭിക്കുക എന്നുള്ളത് PV അൻവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് LDFിൽ നിന്നായിരിക്കും കൂടുതൽ വോട്ടുകൾ. അത് ഇപ്പോൾ ചുങ്കത്തറയിലും എടക്കലിലും അടക്കം ഒരു അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും PV അൻവർ വിഭാഗം കരുതുന്നു. ആ ക്യാമ്പ് അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. വിജയിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അൻവർ ആയിരിക്കും ഇവിടുത്തെ ആരുടെ ഒരു വിജയ ശതമാനത്തെ ബാധിക്കുക, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷത്തെ ബാധിക്കുന്ന രീതിയിലൊക്കെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമായിരിക്കും എന്നുള്ളത് സംശയമില്ല. ഇവർ രണ്ടു കൂട്ടരും അൻവർ ഒരു ഫാക്ടർ അല്ല, അൻവർ ഒരു സ്വതന്ത്രൻ മാത്രം എന്ന് പറയുമ്പോഴും ആ അൻവറിന് ലഭിക്കുന്ന വോട്ടുകൾ ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും എന്നുള്ളത് മുന്നണികളിൽ സജീവ ചർച്ചയാണ്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം 2020
1981 PV അൻവറിന്റെ വിജയത്തിന് കാരണമായത്. അന്ന് 1500 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDF നേടിക്കൊടുത്തത്. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന്. PV അൻവർ വേറെ, ഒപ്പം LDF വേറെ. അപ്പോൾ ഈ ഒരു മുനിസിപ്പാലിറ്റി അത് ആർക്കൊപ്പം നിൽക്കും, അൻവർ വ്യക്തിപരമായി പിടിക്കുന്ന വോട്ടുകൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ആശ്രയിച്ചിരിക്കും മുനിസിപ്പാലിറ്റിയുടെ ഒരു ഘടന ഇപ്രാവശ്യം ഉണ്ടാവുക. ഒപ്പം തന്നെ 9 വർഷം ഇവിടെ MLA ആയിരുന്ന ആളാണ്. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, ആ വോട്ടുകൾ പോത്തുകൽ വഴിക്കടവ് മേഖലയിൽ നിന്ന് കൂടുതലായിട്ട് ലഭിക്കും എന്നുള്ളത് കൂടി ഇപ്പോൾ അവർ ആ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അനുജ, അതാണ് PV അൻവർ ക്യാമ്പിന്റെ പ്രതീക്ഷ. ഇനി LDFന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്, അവരുടെ കണക്കുകൂട്ടൽ എങ്ങനെയാണ്? ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം. ശ്രീജിത്ത്, LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുൻപൊക്കെയുള്ള ക്വാർട്ടർ ഫൈനൽ എന്ന തരത്തിലേക്ക് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സ്ഥാനാർത്ഥി അല്പസമയം മുൻപും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു പരാജയം എന്നുള്ളത് LDFന് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെയെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരം മൂലമാണ് എന്ന വലിയൊരു ക്യാമ്പയിനിങ് അവർക്കെതിരെ ഉണ്ടാകും എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ എങ്ങനെയാണ് LDF ഈ ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോൾ പോളിംഗ് ഒക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന വിലയിരുത്തൽ? അനുജ, UDF ക്യാമ്പ് ഉയർത്തുന്നത് പോലെ ഒരു അമിത ആത്മവിശ്വാസം എന്തായാലും LDF ക്യാമ്പ് ഉയർത്തുന്നില്ല. കാരണം അവർ പറയുന്നുണ്ട് ഇതൊരു പ്രോ UDF മണ്ഡലമാണ്, UDF അനുകൂല മണ്ഡലമാണ്. കഴിഞ്ഞ 9 വർഷമായി PV അൻവർ എന്ന സ്വതന്ത്രനിലൂടെ തങ്ങൾ നേടിയെടുത്ത ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ PV അൻവർ 9 വർഷക്കാലം MLA ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വ്യക്തിബന്ധം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി വിലയിരുത്തുന്നത്. പക്ഷേ ആ വ്യക്തിബന്ധം വോട്ടായി മാറുകയാണെങ്കിൽ ആ വോട്ട് പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു 90% പോവുക അത് UDF പെട്ടിയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ അവർ ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഇടതുപക്ഷ നേതാക്കളും ഒക്കെയായി സംസാരിച്ചിരുന്നു. ഏതാണ്ട് 93% പാർട്ടി വോട്ടുകൾ ചെയ്യിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അതിൽ ഒരു 94% പ്രതീക്ഷിച്ചിരുന്നു. 1% തങ്ങൾക്ക് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടില്ല, വന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥലത്തില്ലാത്തതും അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളാലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 93% പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി ചെയ്യിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം പ്രവർത്തകരും നേതാക്കളും ഉയർത്തുന്നുണ്ട്. പിന്നെ അതുകൂടാതെ M സ്വരാജിന് ഓരോ ബൂത്തിൽ നിന്നും ഒരു 10, 15 മുതൽ 25 വരെ വോട്ടുകൾ ഒരുപക്ഷെ വ്യക്തി മികവ് കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചേക്കാമെന്ന് ഇടത് ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പ്രധാനമായും അവർ പറയുന്ന അമരമ്പലം പഞ്ചായത്തിൽ കാര്യമായുള്ള ലീഡ് വരിക, പോത്തുകല്ലിൽ ലീഡ് ഉണ്ടാകും. മൂത്തേടത്തെ ഏതാണ്ട് UDF ലീഡ് ചെയ്താലും വലിയ ലീഡിലേക്ക് കൊണ്ടുപോകില്ല. നിലമ്പൂർ നഗരസഭയിൽ ലീഡ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 2500 മുതൽ 5000 വരെ വോട്ടുകൾക്ക് വിജയിക്കാം എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ മറ്റൊരു കണക്ക് കൂടി ഇടതുപക്ഷത്തിൻ്റെ ചില ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. PV അൻവർ അങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ മാർജിനിലേക്ക് ആര്യാടൻ ഷൗക്കത്തിന് ജയം പോയേക്കാം. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുകയാണെങ്കിൽ അത് ഒരു 5000 അല്ലെങ്കിൽ 6000 വോട്ടിൻ്റെ ലീഡ് എന്ന തരത്തിലേക്ക് LDFിലേക്ക് വരാം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ ഒരു അന്തിമമായ കണക്ക് ലഭ്യമാകും അനുജ ഈ ഒരു ഘട്ടത്തിൽ. ശരി, ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും വിജയമുണ്ട്, വിജയപ്രതീക്ഷയാണ് LDF ക്യാമ്പും പങ്കുവയ്ക്കുന്നത്.